26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും പരിഷ്കരിക്കുന്നതിനു വേണ്ടിയുള്ള 8ാം ശമ്പള കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ സജീവമായി തന്നെ പുരോഗമിക്കുകയാണ്. അടിസ്ഥാന ശമ്പളത്തിൽ വലിയ വർധനവും അലവൻസുകളുടെ പുനഃക്രമീകരണവുമാണ് ഇത്തവണ ജീവനക്കാർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം യാത്രാഭത്ത കൂട്ടണമെന്നുള്ളതും മറ്റൊരു പ്രധാന ആവശ്യമായി ഉയരുകയാണ്. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 8ാം ശമ്പള കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ സജീവമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഔദ്യോഗിക ഡാറ്റ കളക്ഷൻ പോർട്ടൽ വഴി ആവശ്യമായ ജീവനക്കാരുടെ വിവരങ്ങൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ജൂലൈ 31 വരെ നീട്ടി നൽകിയിട്ടുമുണ്ട്. ശമ്പളം, പെൻഷൻ മുതലായവയുമായി ബന്ധപ്പെട്ട് ജീവനക്കാരുടെ വിവിധ യൂണിയനുകൾ ചേർന്നുള്ള സംയുക്ത സമിതി തങ്ങളുടെ പ്രധാന ആവശ്യങ്ങൾ അടങ്ങിയ നിർദ്ദേശങ്ങൾ കമ്മീഷന് മുന്നിൽ സമർപ്പിച്ചും കഴിഞ്ഞു. അടിസ്ഥാന ശമ്പളത്തിൽ വലിയ വർധനവും അലവൻസുകളുടെ പുനഃക്രമീകരണവും തന്നെയാണ് ഇത്തവണ ജീവനക്കാർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. നിലവിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം 18,000 രൂപയാണ്. പുതിയ ശമ്പള പരിഷ്കരണത്തിൽ അടിസ്ഥാന ശമ്പളത്തിൽ വലിയ വർധനവാണ് ജീവനക്കാർ ആവശ്യപ്പെട്ടതും. ഇതിനായി വലിയൊരു ഫിറ്റ്മെന്റ് ഫാക്ടർ വേണമെന്നും ജീവനക്കാരുടെ സംഘടനകൾ കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്. 2.86 മുതൽ 3.15 മടങ്ങ് വരെ ഫിറ്റ്മെന്റ് ഫാക്ടർ വർദ്ധിപ്പിക്കണമെന്നതാണ് അവരുടെ ആവശ്യം. ഇത് നടപ്പിലാവുകയാണെങ്കിൽ ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളത്തിൽ ഏകദേശം 65% വർധനവ് ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് നിലവിലെ ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 18,000 രൂപയാണ്. പുതിയ നിർദ്ദേശം അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ ഇത് 52,000 രൂപ വരെയായി ഉയർന്നേക്കണം. യാത്രാഭത്ത കൂട്ടണമെന്നുള്ളതാണ് മറ്റൊരു പ്രധാന ആവശ്യം. വിവിധ നഗരങ്ങളിലെ യാത്രാ ചെലവുകൾ വൻതോതിൽ വർദ്ധിച്ച സാഹചര്യത്തിൽ യാത്രാഭത്ത പരിഷ്കരിക്കണമെന്നത് ജീവനക്കാരുടെ ദീർഘകാലത്തെ ആവശ്യമാണ്. 8ാം ശമ്പള കമ്മീഷനിൽ ഏറ്റവും കുറഞ്ഞ യാത്രാഭത്ത പ്രതിമാസം 9,000 രൂപയായി നിശ്ചയിക്കണമെന്നാണ് സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ഉയർന്ന തസ്തികകളിലുള്ളവർക്ക് ഇതിലും വലിയ തുക ലഭിക്കണമെന്നും ആവശ്യമുണ്ട്. നഗരങ്ങളിലെ ജീവിത ചിലവും വീട്ടുവാടകയും കണക്കിലെടുത്ത വീട്ടുവാടക ഭത്ത അഥവാ HRA നിരക്കുകൾ ഉയർത്തണമെന്നും ജീവനക്കാരുടെ സംഘടനകളും യൂണിയനുകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ X, Y, Z എന്നിങ്ങനെ തരം തിരിച്ചിട്ടുള്ള നഗരങ്ങളിലെ വാടക നിരക്കുകൾ യഥാക്രമം 36%, 24%, 12% എന്നിങ്ങനെയായി ഉയർത്തണമെന്നതാണ് ആവശ്യം. ഈ ആവശ്യം അംഗീകരിക്കപ്പെട്ടാൽ മെട്രോ നഗരങ്ങളിൽ താമസിക്കുന്ന ജീവനക്കാർക്ക് ഇത് വലിയ ആശ്വാസം തന്നെയായിരിക്കും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.